Dear friends, welcome to all. This is Srikumar with you. ഇന്നത്തെ നമ്മളുടെ പഠനം എന്ന് പറയുന്നത് വുഡിനെ കുറിച്ചാണ്. വുഡിനെ കുറിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വുഡിനെ പറ്റി നമുക്ക് അറിയാം വില്ലിൻ്റെ പാസ്റ്റ് ടെൻസാണ്. എന്നാൽ അത് പാസ്റ്റായി ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ വളരെ കുറവാണ്. ബാക്കി എല്ലാ സാഹചര്യത്തിലും അത് പ്രസന്റ് അല്ലെങ്കിൽ ഫ്യൂച്ചറായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ വുഡിന് 10ൽ കൂടുതൽ രീതിയിൽ വിവിധ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ആദ്യത്തെ 3 ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത്. തുടർച്ചയായി ബാക്കിയുള്ളത് നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പോഴത്തേക്കും വുഡെന്ന് കേട്ടാൽ നമ്മൾ ഇനി പേടിക്കാതെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. വുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. എന്നാൽ അത് മിക്കവാറും സമയങ്ങളിൽ പാസ്റ്റായിട്ടല്ല ഉപയോഗിക്കുന്നത്. അത് ഓർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡിലേക്ക് കിടക്കാം. ഓക്കെ, ലെറ്റ് us start. വുഡ്. ഫസ്റ്റ്, പൊളൈറ്റ് റിക്വസ്റ്റ്. പൊളൈറ്റ് റിക്വസ്റ്റിനാണ് വുഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു ഉപയോഗം, ക്ലോസ് ദ വിൻഡോ പ്ലീസ്. അത് നമുക്കറിയാം. വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്യുക ദയവ് ചെയ്ത് ആണ് പ്ലീസ്. അപ്പം തന്നെ അത് പൊളൈറ്റ് ആണ്. എന്നാൽ വുഡ് ചേർത്ത് പ്രയോഗിക്കുന്നു നോക്കാം. വുഡ് യു ക്ലോസ് ദ വിൻഡോ പ്ലീസ്. വുഡ് യു ക്ലോസ് ദ വിൻഡോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അതൊരു പൊളൈറ്റായി. പിന്നെ പ്ലീസ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ തറയിൽ വീണ്, അതായത് കാലിൽ വീണ് ചോദിക്കുന്ന പോലെ ആവും. ഓക്കെ, എന്തായാലും അതൊരു പ്രയോഗം. അപ്പം ഇങ്ങനത്തെ പ്രയോഗങ്ങൾ കേട്ടാൽ പാസ്റ്റ് ടെൻസ് എന്ന് വിചാരിച്ച അർത്ഥമെടുത്ത് ആകെ വിഷമിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ഈ വുഡിൻ്റെ പ്രയോഗം നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ്, ടു മേക്ക് ഇൻവിറ്റേഷൻ ഓർ ഓഫേഴ്സ്. ഇൻവിറ്റേഷനോ ഓഫറുകളോ അതിനുവേണ്ടി വുഡ് ഉപയോഗിക്കാം. വുഡ് യു ലൈക്ക് ടു കം വിത്ത് മീ ടുമാറോ. നാളെ എന്നോടൊപ്പം നിങ്ങൾ വരുമോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, വുഡ് യു ലൈക്ക് ടു കം വിത്ത് മീ. ആ വുഡ് കിടക്കുകയാണ്, എന്നാലും ടുമാറോ എന്നാണ് ഇവിടെ വന്നേക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാം ഇത് പാസ്റ്റ് അല്ല, വരാൻ പോണ കാര്യമാണ്. ഓക്കെ, അപ്പോൾ വുഡ് യു ലൈക്ക് ടു കം വിത്ത് മീ ടുമാറോ. നാളെ എന്നോടൊപ്പം വരാമോ അല്ലേ, ഒരു ചോദിച്ചു. ഇനി അടുത്തത്, വുഡ് യു ലൈക്ക് ടു ഹാവ് എ ടീ. വുഡ് യു ലൈക്ക് ടു ഹാവ് എ ടീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീ കുടിക്കാമോ, ഒരു ചായ കുടിക്കാമോ എന്നാണ് എൻ്റെ ചോദ്യം. അപ്പം അത് രണ്ടും മനസ്സിലായല്ലോ. വുഡ് യു ലൈക്ക്. ഇനി വേണമെങ്കിൽ വേറൊരു ചോദ്യം എന്നോടനുബന്ധിച്ച് നമുക്ക് ചോദിക്കാം. വാട്ട് വുഡ് യു ലൈക്ക്. നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എന്ത് ഇഷ്ടപ്പെടുന്നു. വുഡിൻ്റെ രണ്ടാമത്തെ പ്രയോഗവും മനസ്സിലായി. ഇത്രയൊക്കെ ഉള്ളൂ. ഒന്ന് കേട്ടാലൊന്ന് മനസ്സിലാവണം. നമ്മളിത് ഉപയോഗിക്കുന്നത് കുറവായിരിക്കും. എന്നാലും നമുക്ക് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കും. ഓക്കെ, നെക്സ്റ്റ്, പൊളൈറ്റ് വേ ടു എക്സ്പ്രസ് എ വിഷ് ഓർ ഡിസയർ. നമ്മളൊരു ആഗ്രഹം വളരെ പൊളൈറ്റായിട്ട്, വളരെ താഴ്മയായിട്ട് പറയാനായിട്ടും വുഡ് നമുക്ക് ഉപയോഗിക്കാം. അതാണ് അതിൻ്റെ മൂന്നാമത്തെ ഉപയോഗം. ഐ വുഡ് ലൈക്ക് ടു റൈറ്റ് എ ലെറ്റർ. ഐ വുഡ് ലൈക്ക് ടു റൈറ്റ് എ ലെറ്റർ ടു ഹെർ. അവർക്കൊരു ലെറ്റർ എഴുതാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ഗോ ദെയർ. ഇത് നമ്മൾ സാധാരണ എപ്പോഴും പ്രയോഗിക്കാവുന്നതാണ്. ഒരു പ്രശ്നമില്ല, അത് നമുക്കെപ്പോഴും പറയാം. ഐ വുഡ് ലൈക്ക് ടു ഗോ എബ്രോഡ് നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു റൈറ്റ് എ ലെറ്റർ ടു ഹെർ. ഐ വുഡ് ലൈക്ക് ടു ഗോ എബ്രോഡ്. അങ്ങനെ ഐ വുഡ് ലൈക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും പറയാം. ഇനി കുറെ കൂടെ ഇഷ്ടമാണെങ്കിൽ ഐ വുഡ് ലവ് ടു റൈറ്റ് എ ലെറ്റർ എങ്ങനെയും പറയാം, കുറെ കൂടെ ഇഷ്ടമാണെങ്കിൽ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പ്രയോഗിക്കും. ഈ വുഡിൻ്റെ ഈ ആദ്യത്തെ 3 പ്രയോഗങ്ങൾ മനസ്സിലായല്ലോ. ഇത് വളരെ സിമ്പിളാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണെങ്കിലും അത് പാസ്റ്റ് ആയിട്ടല്ല സാധാരണ ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നു മോർ ദാൻ 70% എപ്പോഴും പ്രസൻറ്റോ ഫ്യൂച്ചറോ ആയിരിക്കും. വളരെ കുറച്ചേ ഉള്ളൂ പാസ്റ്റ് ആയിട്ടുള്ള ഉപയോഗം. ഇനി വരുന്ന വീഡിയോയിൽ നമ്മളത് നോക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ദിസ് ഈസ് ശ്രീകുമാർ സൈനിങ് ഔട്ട്.